1,90,000 രൂപ. 1,85. 1,85. 1,85,000 രൂപ. 1,85,000. 1,80. 1,80,000 രൂപ. 1,75. ലേലം ഉറപ്പിച്ചോളൂ. 1,75,000 ഒരു തരം. 1,75,000 രണ്ട് തരം. ലേലം ഉറപ്പിക്കാൻ പോകുന്നു. 1,75,000. 1.5 ലക്ഷം. രൂപയ്ക്ക് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇന്നലെ ടീച്ചറിന്റെ മോളെ ചിട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർമ്മിച്ചത്. വളരെ താങ്ക്സ് കേട്ടോ. 1.5 ലക്ഷം ഒരു തരം. 1.45. 1.30. വിശാലാക്ഷി, വൈരാഗ്യം തീർക്കരുത്. കല്യാണാവശ്യത്തിനുള്ള കാശ്. ഒന്നുമല്ലെങ്കിലും നമ്മള് ബന്ധുക്കളാ. ബന്ധങ്ങളെക്കാൾ എനിക്ക് വലുത് പണമാ. 1,30,000 ഒരു തരം. 1,30,000 രണ്ട് തരം. 1.25. 1 ലക്ഷം. ഒന്നും തോന്നരുത്. ഞാനൊരു പുതിയ കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഉടനെ ഡെലിവറി എടുക്കണം. കുറച്ച് രൂപയുടെ കുറവുണ്ട്. 1 ലക്ഷം ഒരു തരം. 1 ലക്ഷം രണ്ട് തരം. 1 ലക്ഷം മൂന്ന് തരം. എങ്കിൽ ഞാൻ വരട്ടെ ടീച്ചറെ. കല്യാണത്തിന് ക്ഷണിക്കുമ്പോ എന്റെ പേര് മറക്കണ്ട. ശേഖരൻകുട്ടി. പ്രഭാവതി ശേഖരൻകുട്ടി. എന്താ നിന്റെ ഹസിന്റെ പേര്? ശേഖർ. കേൾക്കുമ്പോ തന്നെ ഒരു വെയിറ്റ് ഉണ്ട്. പ്രഭാവതി ശേഖർ. പറയാൻ തന്നെ ഒരു സുഖമുണ്ട്. ആ ശേഖരേട്ടാ, നമുക്ക് ആ കുട്ടിയെ മാറ്റിയിട്ട് ശേഖർ എന്ന് മാത്രം പോരെ? എന്റെ അച്ഛന്റെ പേര് മാധവൻകുട്ടി എന്നായിരുന്നു. അമ്മ ആ കുട്ടിയെ അങ്ങ് മാറ്റി മാധവ് എന്നാക്കിയതായി എനിക്കറിയില്ല. ഒരു പഴമയുണ്ട്, അതുകൊണ്ടാ. ഇപ്പൊ പേരിന് പഴമ. കുറെ കഴിയുമ്പോ ഞാനും പഴയതാവോ? ശേഖരേട്ടാ, എത്ര കാർ ഇവിടെ കിടപ്പുണ്ട്? ഏതെങ്കിലും ഒന്ന് എടുത്തോണ്ട് പോയിക്കൂടെ? ഈ ജോലിക്കാരോടൊപ്പം ഒന്നിച്ചു പോയി ഒന്നിച്ചു വന്ന് അവനവന്റെ വിലകളെയാ സ്വയം. നിന്നോടൊത്ത് യാത്ര ചെയ്തപ്പോഴോ, നിന്നോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോഴോ, നിന്നെ കല്യാണം കഴിച്ചപ്പോഴോ എന്റെ വിലയ്ക്ക് കുറവ് വരേണ്ടതായിരുന്നില്ലേ? എന്നിട്ട് വന്നോ? അവനവന്റെ വില അവനവൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. സ്നേഹത്തിലൂടെ, വിനയത്തിലൂടെ, പെരുമാറ്റത്തിലൂടെ. പണ്ടെന്റെ പഠിത്തമൊക്കെ പൂർത്തിയാക്കി ഞാൻ വീട്ടിൽ വന്നപ്പോ എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, നാളെ മുതൽ നീ കമ്പനി ജോയിൻ ചെയ്തോളാൻ. പിറ്റേന്ന് രാവിലെ ഓഫീസിലെത്തിയ ഞാൻ അവിടെ ഒഴിഞ്ഞു കിടന്നിരുന്ന MD-യുടെ ചെയറിൽ ഗമയോടെ കയറിയിരുന്നു. അത് കണ്ടുവന്ന എന്റെ അച്ഛൻ എന്താ ചെയ്തെന്നറിയാമോ? എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഒരു സ്റ്റൂൾ കാണിച്ചു വന്നു. ഒപ്പം ഫസ്റ്റ് പോസ്റ്റിംഗ് പ്യൂണിൻ്റെത്. കമ്പനിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കും തോറും അച്ഛൻ എനിക്ക് പ്രൊമോഷൻ തന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഞാൻ ആ മാനേജിംഗ് ഡയറക്ടർ സീറ്റിലെത്തി. അതുവരെ ഞാൻ വന്നു പോയിക്കൊണ്ടിരുന്നത് ഈ കമ്പനി ബസ്സില ഇന്നും. അതുകൊണ്ട് ഞാൻ ഒത്തിരി പഠിച്ചു. പഠിക്കും തോറും വളരും, വളരും തോറും പഠിക്കണം. അത് ഭർത്താവിനെ കുറിച്ചായാലും വീട്ടുകാരെ കുറിച്ചായാലും ഓഫീസ് കാര്യമായാലും. ആ ബസ് വന്നു. വരട്ടെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ കുറച്ച് ദിവസമായിട്ട് ആലോചിക്കുക. സമയം കിട്ടണ്ടേ? നമ്മൾ കുടുംബക്കാർ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും. അത് സാധാരണ. ഞാനും പ്രഭാവതിയും തമ്മിൽ എന്തിനാ വഴക്ക്? വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഞാൻ വന്നതേ പ്രഭയെ ഞങ്ങളുടെ ക്ലബിൽ ചേർക്കാനാ. ക്ലബിലെ മറ്റു അംഗങ്ങൾ എല്ലാരും ചോദിക്കുന്നു, പ്രഭ എന്താ ക്ലബിൽ ചേരാത്ത. അതിനെന്നെ ആരെങ്കിലും അറിയോ? കൊള്ളാം, അറിയോന്നോ? ഇത്രയും വലിയ കോടീശ്വരി ആരെങ്കിലും അറിയായിരിക്കുമോ? ഈ വരുന്ന 13-ാം തീയതി ക്ലബിലെ ഇലക്ഷനാ. സെക്രട്ടറിയേറ്റ് ഞാൻ പ്രഭയുടെ പേരാണ് നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. എന്റെ പേരോ? എന്താ കുഴപ്പം? പ്രഭ സെക്രട്ടറി ആയ ബന്ധുക്കാരി എന്ന നിലയിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും എനിക്കല്ലേ. ഒഴിവാകാൻ നോക്കരുത്. അയ്യോ അതല്ല, 13-ാം തീയതിയാണ് മായയുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത്. ഓ, അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. സത്യം പറഞ്ഞ അറിയാതാണെങ്കിലും ഞാൻ ടീച്ചറിനോട് ഒരു നെറികേട് കാണിച്ചു. ഞാനൊരു ചിട്ടി പിടിച്ചു. അത് ടീച്ചറ് കല്യാണ ആവശ്യത്തിന് പിടിക്കാൻ വെച്ചിരുന്ന ചിട്ടിയാണെന്നൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. അല്ല, ശേഖരൻകുട്ടിയുള്ളപ്പം ടീച്ചറിന് എന്തിനാ ചിട്ടി? കല്യാണ ചെലവ് മുഴുവൻ നടത്തുന്നത് ശേഖരൻകുട്ടിയല്ലേ? അതിന്
അമ്മ ഇതുവരെ ഒരു സഹായവും ഞങ്ങളോട് ചോദിച്ചിട്ടില്ലല്ലോ. അത് പ്രഭയെ അറിയിക്കാഞ്ഞിട്ടായിരിക്കും. ചേരൻകുട്ടി തന്നെയാ കല്യാണം മുഴുവനും നടത്തുന്നത്. ആ അമ്മയും കൂടപ്പുറപ്പും ഒന്നും ഇല്ലാത്ത ആളല്ലേ. എല്ലാവരുടെയും പെട്ടെന്നുള്ള സ്നേഹം കാണുമ്പം ആരും മയങ്ങിപ്പോവും. ഇപ്പൊ ശേരൻകുട്ടിക്ക് പ്രഭയോടുള്ളതിനേക്കാൾ സ്നേഹം വീട്ടുകാരോടാണെന്നാ നാട്ടുകാര് പറയുന്നത്. അത് വെറുതെ പറയണതാ. ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട, താനേ മനസ്സിലാവും. ഭർത്താവിന്റെ സ്നേഹം പങ്കിട്ടു പോകാൻ ഒരു ഭാര്യയും ഇഷ്ടപ്പെടാറില്ല. എങ്കിൽ ഞാൻ വരട്ടെ. ക്ലബിൽ മെമ്പർ ആവുന്ന കാര്യം മറക്കരുത്. ഞാൻ ഇനിയും വരാം. ബൈ. ഹലോ, ശേഖരൻകുട്ടി ഹിയർ. ഞാനാ. ശേഖരേട്ടൻ ഒന്ന് ഇങ്ങോട്ട് വരണം. എന്തിനാ? ചുമ്മാ ഒന്ന് കാണാൻ. എന്നെ ഇതുവരെ കണ്ടിട്ടില്ലേ? വരണമെന്ന് പറഞ്ഞ വരണം. ദേ, എനിക്കിവിടെ നിന്ന് തിരിയാൻ നേരമില്ല. വരാൻ പറ്റില്ല. അരമണിക്കൂറിനകം എത്തണം. ഞാൻ കാത്തിരിക്കും. ഈ പെണ്ണുങ്ങളുടെ ഓരോ കാര്യങ്ങൾ. എന്താ? സാറിന്റെ അമ്മായിമ്മ വന്നിട്ടുണ്ട്. ആ ഗസ്റ്റ് റൂമിലോട്ട് ഇരുത്ത്, ഞാനിപ്പോ വരാം. ആഹാ, രണ്ടുപേരും ഉണ്ടല്ലോ. എന്താ വിശേഷിച്ച്? അത് വേണ്ട, ഞാൻ പറയാം. കല്യാണ ആവശ്യത്തിന് ഒരു ചിട്ടി പ്രതീക്ഷിച്ചിരുന്നു, കിട്ടിയില്ല. എന്റെ പരിചയത്തിൽ ഒരു ബാങ്ക് ഉണ്ടായിരുന്നു, അത് പൂട്ടിക്കിടക്കുക. ശേഖരൻകുട്ടിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ ആധാരം പണയം വെക്കാനുള്ള ഒരു ഏർപ്പാടുണ്ടാക്കി തരണം. വേറൊരു നിർവാഹവും ഇല്ലാഞ്ഞിട്ടാ. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് വിഷമമുണ്ട് എന്നെ ഒരു അന്യനായി കാണുന്നതിൽ. അമ്മയെ ഞാൻ എന്റെ സ്വന്തം അമ്മയെ പോലെയാണ് സ്നേഹിക്കുന്നത്. തിരിച്ചും സ്വന്തം മകനോടെന്ന പോലെ പെരുമാറിക്കൂടെ? എന്റെ സഹോദരിയുടെ കല്യാണത്തിന് കിടപ്പാടം പണയം വെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും എനിക്ക് തന്നൂടെ? ഹലോ. ശേഖരേട്ടനുണ്ടോ? ഇല്ല, പുറത്തു പോയി. മാഡത്തിന്റെ അമ്മ വന്നിരുന്നു, അവരോടൊപ്പാ പോയത്. ഇപ്പൊ ശേരൻകുട്ടിക്ക് പ്രഭയോടുള്ളതിനേക്കാൾ സ്നേഹം വീട്ടുകാരോടാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പിണക്കത്തിലാണല്ലേ? ഞാൻ ചെയ്തത് ഒരു വലിയ തെറ്റാണെന്ന് എനിക്കറിയാം. എന്റെ ഭാര്യയ്ക്ക് പെട്ടെന്നൊന്ന് കാണണമെന്ന് തോന്നിയപ്പം വരാൻ പറ്റിയില്ല. ഒന്ന് ക്ഷമിക്കെന്റെ ശ്രീമതി, എനിക്കൊരല്പം തിരക്കായി പോയി. എന്റെ വീട്ടുകാരോടൊപ്പം ചെലവഴിക്കാൻ ഈ തിരക്കില്ലായിരുന്നല്ലോ. അത് ശരി, അമ്മയും ഭാർഗവേട്ടനും ഓഫീസിൽ വന്ന് അറിഞ്ഞല്ലേ? ഒളിച്ചു വെക്കാനായിരുന്നു ഉദ്ദേശം അല്ലേ? ചാടിക്കടിക്കാതെ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിനക്ക് സന്തോഷമുള്ള ഒരു കാര്യത്തിനാ ഞാൻ പോയത്. നിന്റെ അനിയത്തിയുടെ കല്യാണത്തിന് വേണ്ട സർവ്വ ചെലവും ഞാൻ വഹിച്ചോളാമെന്ന് നിന്റെ വീട്ടുകാർക്ക് വാക്ക് കൊടുത്തു. അവിടുത്തെ ഒരു അംഗം എന്ന നിലയ്ക്ക് ഇപ്പോഴെങ്കിലും എന്നെ അറിയിച്ചതിൽ സന്തോഷമുണ്ട്. നീ എന്തായി പറയുന്നത്? ഞാനത് നേരത്തെ അറിഞ്ഞു, മറ്റുള്ളവർ പറഞ്ഞു. അതിന് ഇതിപ്പോ തീരുമാനിച്ചതല്ലേ ഉള്ളൂ. എന്റെ വീട്ടുകാരെ സഹായിക്കുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ എന്നോട് കൂടി ഒന്ന് ആലോചിക്കായിരുന്നു. ഇപ്പൊ എല്ലാവരുടെയും മട്ടും മാതിരിയും പെരുമാറ്റമൊക്കെ കണ്ടാ തോന്നും ഞാൻ വന്നു കയറിയ പെണ്ണും ശേഖരേട്ടൻ ആ കുടുംബത്തിലെയാണെന്ന്. ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല. എനിക്ക് അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ സഹായിച്ചത് നിന്റെ വീട്ടുകാരെയാ. ശേഖരേട്ടൻ എന്റെ ഭർത്താവാ. എന്റെ സൗന്ദര്യവും എന്റെ സ്മാർട്ട്നെസ്സും എന്റെ വിദ്യാഭ്യാസവും കണ്ട് എന്നെ കല്യാണം കഴിച്ച എന്റെ മാത്രം ശേഖരേട്ടൻ. നീ എപ്പോഴും പറയാറുള്ള നിന്റെ സൗന്ദര്യവും നിന്റെ സ്മാർട്ട്നെസ്സും നിന്റെ വിദ്യാഭ്യാസവും നിനക്കുള്ള പ്ലസ് പോയിന്റുകളായിരുന്നു, സമ്മതിച്ചു. പക്ഷെ നിന്നെ കെട്ടിയത് ഞാൻ പോലും അമ്മയെന്ന് വിളിക്കാൻ കൊതിച്ച എന്നെ പഠിപ്പിച്ച ആ ടീച്ചറുടെ മോളായതുകൊണ്ടാ. ആ ടീച്ചറുടെ സ്വഭാവ മഹിമ നിന്നിലുണ്ടെന്ന് കരുതിയട്ടാ. ആ ധാരണ നീ തെറ്റിക്കരുത്. എന്തിനാ മോളെ ഈ പിടിവാശി? ഞാനിതെല്ലാം ചെയ്തത് നിനക്കൂടി സന്തോഷമാവുമെന്ന് കരുതിയിട്ടില്ലേ? ദേ, ഇനി നിന്നോട് ആലോചിക്കാതെ ഞാൻ ഒന്നും ചെയ്യില്ല. പോരെ, പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തേ. ചെല്ലടി. ആ, ഈ പെട്ടിയുടെ കൊണ്ടുപോയി. എന്റെ ദൈവമേ. ആ, ദേവനെ, തിങ്കളാഴ്ചയാണ് വസ്ത്രങ്ങളോ ആഭരണങ്ങളോ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് ശരി, അപ്പൊ അതും തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? തന്നെ തന്നെ പോയി എടുത്താ മതി. നന്നായിരിക്കുന്നല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ട കളറിങ്ങിന് ഒത്തു കിട്ടൂന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മയുടെ സെലക്ഷൻ കൊള്ളാം. അല്ല, നിന്റെ ഒരു തലയിലെടുത്തേ എല്ലാ സമയത്തിന് മുന്നിലെത്തി.
എന്റെ കല്യാണത്തിന് ഇങ്ങനെ സഹായിക്കാൻ ഒരാളും ഇല്ലായിരുന്നു. ശേഖരേട്ടന്റെ മനസ്സതി ആർക്കാ ഉള്ളത്? മനസ്സുണ്ടായാലും കാശില്ലേ, തീർന്നില്ലേ? എനിക്ക് ആ പെണ്ണിന്റെ സ്വഭാവം അത്ര പിടിക്കില്ല കേട്ടോ. അതെന്താ? നമുക്കിട്ട് വെക്കണത് നീ ശ്രദ്ധിച്ചോ? ആഹാ, വെച്ചടാ. വേണ്ട, മൗനം വിദ്വാന് ഭൂഷണം. നിനക്കും പോയിക്കോ. ഭാർഗവേട്ട എങ്ങോട്ടാ? ഒരു കൊട വാങ്ങിക്കാൻ പോവാ. ഈ അർദ്ധരാത്രിക്കോ? അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കൊട പിടിക്കുന്നു നീ കേട്ടിട്ടില്ലേ? ഒരു കൊടയുടെ ആവശ്യം ഇപ്പൊ നിന്റെ ഭാര്യക്കുണ്ട്. ഒന്നുകിൽ നീ വാങ്ങിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കാം. ഈ ഭാർഗവേട്ടന്റെ ഒരു തമാശ. തമാശയല്ല, കാര്യ. ശേഖരൻകുട്ടി, ഇത് നിനക്കാ ജുബയുമുണ്ട്. അയ്യേ, ഇതുപോലത്തെ ഫംഗ്ഷന് ചേട്ടൻ ഇതൊന്നും ഇടൂല. സ്യൂട്ടാ ധരിക്കാറ്. ഷൂട്ടോ? അതൊക്കെ വലിയ പണക്കാരിടുന്ന പാന്റും കോട്ടുവാ. ഓ, അതാണോ? ഇത് നിനക്കാ സാരിയാ? ഇതിനെന്ത് വില കൊടുത്തു? 500 രൂപയാ. എനിക്കും അതേ വിലയുടെ അമ്മ മേടിച്ചു തന്നത്. ഇതും കൂടി ചേച്ചി എടുത്തോ. എന്നെയൊക്കെ കല്യാണത്തിന് ഒത്തിരി പേര് ശ്രദ്ധിക്കില്ലേ, അപ്പൊ നാണക്കേടാ. നിനക്കും വേണ്ട ജുബയുമുണ്ടും? പാന്റും ഫുൾ സ്ലീവ് ഷർട്ടും കഴുത്തേൽ ഒരു കുരുക്കും കെട്ടി വേസ്റ്റ് കോട്ടും അതിന്റെ മേലൊരു കോട്ടും ഒക്കെ ഇട്ട് വടി പോലെ നിന്നാൽ അതിനൊരു ജെന്റൽ ലുക്കാ. പക്ഷേ അതിനൊരു മലയാള തനിമയില്ല. അമ്മ ആ മുണ്ടും ജുബഞ്ഞോട്ട് തന്നേ, ആ സാരി ഇഞ്ഞ് തന്നേ. ഇതവൾ ഉടുക്കും. ഇതുടുത്തോണ്ടേ അവള് കല്യാണത്തിന് വരും. ഇല്ലെങ്കിൽ ഞാൻ അവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ അമ്മേ? അല്ല, ഒരുങ്ങി കഴിഞ്ഞോ? എങ്ങനെയുണ്ട് ഈ സാരിയും ബ്ലൗസും ഒക്കെ? ജുവൽസ് ഓക്കെ, പക്ഷെ സാരി പോരാ. ഇത് ഒരു തവണ നീ ഉടുത്തല്ലേ? ഒരു പ്രാവശ്യം പോലും ഉടുക്കാത്ത ഒറ്റ സാരിയും എനിക്കില്ല. അത് ഒരു ദിവസം തന്നെ നീ 2-3 സാരി മാറ്റി ഉടുക്കുന്നുണ്ടല്ലേ? വിഷമിക്കണ്ട, നിനക്കുടുക്കാൻ ഒരു പുത്തൻ സാരി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനെന്താ വില? 8,999 രൂപയോ? 9,000-ന് 1 രൂപയുടെ കുറവേ ഉള്ളൂ. എന്നാലും കണ്ടാൽ അത്രയും തോന്നൂല. വിലയുള്ള പല വസ്തുക്കൾക്കും നമ്മുടെ കണ്ണിൽ വില തോന്നൂലല്ലോ. കറക്റ്റ്. ആ പിന്നെ സാറെന്താ റെഡിയാകാത്തെ? കോട്ട് സൂട്ടും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ചെല്ല് ചെല്ല്. ഫോറിൻ മെയ്ഡാ, 10,000 റുപ്പീസാ. കണ്ടാൽ അത്രയും തോന്നൂ? ഞാൻ വിചാരിച്ചത് അതിലും കൂടുതലാണെന്ന്. എടി എടി, നീ ഇത് ഉടുക്കില്ലെന്ന് പറഞ്ഞിട്ട് ഉടുത്തോ? അമ്മ വാങ്ങി തന്നതാ. രണ്ടും ഒരേ സ്റ്റഫാ. കളർ മാത്രം ഇച്ചിരി വ്യത്യാസമുള്ളൂ. 500 രൂപയാ. പക്ഷേ കണ്ട 10,000 രൂപ തോന്നിക്കൂലേ? ചേരടാ, സത്യം പറ, ഇത് ആര് വാങ്ങിയതാ? ഇതിനെന്താ വില? ഇത് അമ്മ തന്ന തന്നെ. അമ്മ തന്ന സമ്മാനത്തിന് വില മതിക്കാനാവില്ല. കലക്കി. ചേച്ചിക്ക് ഒരല്പം ജാടയുണ്ടായിരുന്നു, അത് തീർന്നു. ഭർത്താവായ ഇങ്ങനെ വേണം. ശേഖരേട്ടൻ ഒരു സ്റ്റൈലിൻ ഹസ്ബൻഡ് തന്നെ. ഭാർഗവ, എടാ ഭാർഗവ, എന്താ അമ്മേ? നിനക്ക് എന്താ അത്ര തിരക്ക്? കല്യാണം നിന്റെ തലയിൽ വെച്ചാ നടത്തണേ? അല്ല, എന്റെ തോളത്ത് വെച്ചാ നടക്കണേ. മിറാണ്ടില്ലോ? മിറാണ്ട തരാം, ഒന്നും മിണ്ടാതിരിക്കോ? എന്നൊരു പെപ്സി താടാ. ഷുഗർ ഉള്ളതല്ലേ, ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചാ പോരെ? പച്ചവെള്ളം കുടിക്കണോ ചൂടുവെള്ളം കുടിക്കണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. ആ, നിന്റെ മുതലൊന്നല്ലല്ലോ. ആ. താടാ ഒരെണ്ണം. എന്നെടുത്തോ. കല്യാണം കലക്കല്ലേ അമ്മേ. എല്ലാവരും തിരക്കായിട്ട് പറയണം. കാരണവരെ, ഗോവി വലിയ കാരണവരെ. പിന്നെ ഈ വിളി എനിക്ക് അത്ര സഹിക്കുന്നില്ല കേട്ടോ. അതെ, നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ചെറുപ്പക്കാരാന്ന് വിളിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. സിഗരറ്റ് ഉണ്ടോ കയ്യില്? സിഗരറ്റോ? ആ, എനിക്ക് വലിക്കാനല്ല, ഉണ്ടെങ്കിൽ കുറച്ചവിടെ പൊട്ടിച്ചിടും. നാട്ടുകാര് വലിച്ച് രസിച്ച് കല്യാണം കൂടട്ടോ.
അല്ല മൂത്ത ആങ്ങളെന്തേ പെണ്ണിന്റെ കൈ പിടിച്ചു കൊടുക്കാൻ? ശേഖര, എന്റെ മോന്റെ സ്ഥാനത്ത് നിന്ന് അവളുടെ കൈ പിടിച്ചേൽപ്പിക്കും. അയ്യോമ്മേ, ഞാൻ ഭാർഗവേട്ട മായയുടെ കൈ പിടിച്ചു കൊടുക്ക്. ഞാനോ? അതെ. വണ്ടി ഇവിടെ നിർത്താൻ. നിനക്ക് തെറി കേൾക്കണത് ഇഷ്ട? ഞാൻ തെറി പറയാൻ പോവാ. എന്നോട് എന്തിനാ? നിന്നോടല്ല, ഇവിടെ ഒരു തെണ്ടി താമസിക്കണ്ട എന്റെ അളിയൻ പ്രേമേന്ദ്രൻ. ആ പ്രേമേന്ദ്ര, ആ ചുരിദാറിട്ട തള്ള ഏത് മുറിയിലാണാവോ? ഒരു ഉണ്ടങ്കല്ല് കിട്ടിയിട്ട് എറിയായിരുന്നു. ലൈറ്റ് വരുന്നുണ്ട്. ഇറങ്ങി വാടാ തെണ്ടി. അപ്പൊ നീ ചത്തട്ടില്ല അല്ലേ? അളിയ എന്താ അളിയ ഈ അർദ്ധരാത്രിയിലെ? നിന്നോട് 2 വാക്ക് സംസാരിക്കാൻ വന്നതാ. അച്ചി വീട്ടുകാരുടെ വാക്കും കേട്ട് നീ വന്നില്ലെങ്കിലും നിന്റെ പെങ്ങളുടെ കല്യാണം ഞങ്ങൾ ഗംഭീരായിട്ട് നടത്തിയടാ. കല്യാണത്തിന് വന്നവരൊക്കെ ചോദിച്ചു പെണ്ണിന്റെ മൂത്ത ആങ്ങൾ എന്തിയെന്ന്. ഞാൻ പറഞ്ഞു ചത്തുപോയിന്ന്. അങ്ങനെ പറയുന്നോണ്ട് നിനക്ക് വല്ല വിഷമണ്ടാ? പെണ്ണിന്റെ വാക്ക് കേട്ട് നടക്കണം നിനക്കൊക്കെ ചത്തൂടാ തെണ്ടി. ആരാത്? നിന്റെ അച്ഛൻ. അച്ഛയെ മാത്രല്ല, നിനക്ക് അച്ചിയുടെ അമ്മയും പേടിയല്ലേ? പക്ഷെ എനിക്ക് പേടിയില്ല. ആ സൊസൈറ്റി മാക്കാച്ച എനിക്ക് പുല്ലാടാ, പുല്ല്. രാത്രി എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ മരുമകനെ തെറി പറയാൻ നീ ആരാടാ? ഞാനാ ഭാർഗവൻ, ഇവന്റെ മൂത്തളിയനാ. ഇവനോട് 10 തെറി പറയാൻ വന്നതാ. കേക്കണ്ടെങ്കിൽ കേറി കൊടുത്തള്ളേ. ചങ്കു, ഓ, ഇയാളെ പിടിച്ച് പുറത്താക്കി ഗേറ്റ് അടയ്ക്കാൻ. ചങ്കു ഇങ്ങോട്ട് വന്നേ. ഇവിടുത്തെ ഗേറ്റ് അടയ്ക്കാനും തുറക്കാനും തനിക്കിവിടെ വാച്ച്മാന്റെ ജോലിയാ. ഭാർഗവ, നീ വീട്ടിൽ പോവാൻ നോക്ക്. നീ പോവാൻ നോക്കണ അകത്തേക്ക്. എന്താ പ്രേമ? ഒരു അടി കൊടുത്ത് ഇയാളെ പിടിച്ച് ഗേറ്റ് പുറത്താക്ക്. ഇവൻ അടിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ നീ എന്നെ അടങ്ങി നിന്നാനെ. അതിനെങ്ങനെയാ? അമ്മ മതിൽ ചാടിയ മോള് ഗോപുരം ചാടുന്നല്ലേ കണക്ക്. എടോ, എന്നെ തനിക്ക് ശരിക്കറിഞ്ഞൂടാ. നിന്റെ വർഗത്തെ കുറിച്ച് ഞാൻ പുരാണത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. മണ്ടോദരി, പൂതന, ശൂർപ്പണക, പോടി ഹിഡുംബി. പോടാ അവിടുന്ന്. ഓയ് കിടക്കടി അകത്ത്. ഇനി റിലീസാകാത്ത പുളിച്ച തെറികൾ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എടാ പ്രേമേന്ദ്ര, നീ സൂക്ഷിച്ചോ. ഈ ഹിപ്പോപ്പൊട്ടാമസ് നിന്നെ വിഴുങ്ങും. അല്ലെങ്കിൽ എന്നതേ ഇങ്ങനെ വിളിച്ചോ. എനിക്കിപ്പോ സമാധാനായി, നല്ല സമാധാനായി. മോനെ വിരോധമില്ല, മോൻ പോയി കിടന്നു.